Our next topic is water bearing qualities of rocks. Important topic ആണ് water bearing qualities of rocks. Okay. And all rocks are not capable of holding and transmitting groundwater. എല്ലാ റോക്കിനും ഒരുപോലെ ആയിരിക്കില്ല വാട്ടർ ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനുമുള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത്. ഓരോ റോക്കിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. ആൻഡ് അക്വിഫർ, അക്വിക്ലൂഡ്, അക്വിഫ്യൂജ് ആൻഡ് അക്വിറ്റാഡ് ആർ സം ഓഫ് ദ വാട്ടർ ബിയറിംഗ് ഫോർമേഷൻ. ഓക്കെ. അപ്പം അക്വിഫർ, അതുപോലെ തന്നെ അക്വിക്ലൂഡ്, അക്വിറ്റാഡ് ആൻഡ് അക്വിഫ്യൂജ്, ഈ 4 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ വാട്ടർ ബിയറിംഗ് ഫോർമേഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഓരോ റോക്കിനും ഓരോ പോലെ ആയിരിക്കും വാട്ടർ ഹോൾഡ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവ് എന്ന് പറയുന്നത്. അപ്പം ഈ അക്വിഫർ, അക്വിക്ലൂഡ്, അക്വിറ്റാഡ്, അക്വിഫ്യൂജ് എന്ന് പറയുന്നത് സം ഓഫ് ദ വാട്ടർ ബിയറിംഗ് ഫോർമേഷൻസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ആണ് അക്വിഫേഴ്സ് എന്ന് വിളിക്കുന്നത്. അക്വിഫർ. ഓക്കെ. ഇതെന്ന് പറയുന്നത് കോമൺ ടൈപ്പ് ആണ്. ദാറ്റ് ഈസ് an aquifer is a saturated formation of earth material which not only store water but yield it in sufficient quantity. Okay. Aquifer എന്ന് പറഞ്ഞാൽ എന്താണ്? It's a saturated formation of earth material ആണ്. Not only store water but yield it in sufficient quantity. വാട്ടർ സ്റ്റോർ ചെയ്യാനും പറ്റും, നമുക്ക് ആവശ്യത്തിന് yield ചെയ്യാനും പറ്റും. ആ ഒരു ടൈപ്പിനെയാണ് അക്വിഫേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. Thus, an aquifer transmit water relatively easily due to its high permeability. ഓക്കെ. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ റെയിൻ അതുപോലെ തന്നെ precipitation ഒക്കെ വഴി വാട്ടർ ഉള്ളോട്ട് ഇൻഫിൽട്രേറ്റ് ആവും. സോ ഇവിടുത്തെ ഹൈ പെർമിയബിലിറ്റി, ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അക്വിഫേഴ്സ് ട്രാൻസ്മിറ്റ് വാട്ടർ റിലേറ്റീവ്ലി ഈസിലി. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇറ്റ് ഹൈ പെർമിയബിലിറ്റി. ഓക്കെ. അക്വിഫേഴ്സ് എന്ന് പറഞ്ഞാല് ഹൈ പെർമിയബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ്. ഓക്കെ. അക്വിഫർ ഈസ് an underground layer of water bearing permeable rock or unconsolidated material. ഓക്കെ. വാട്ടർ ബിയറിംഗ് പെർമിയബിൾ റോക്ക് ആണ്. ദാറ്റ് ഈസ് പോറസും ആണ് അതുപോലെ തന്നെ പെർമിയബിളും ആണ്. അക്വിഫർ എന്ന് പറഞ്ഞാൽ ബോത്ത് പോറസ് ആൻഡ് പെർമിയബിൾ. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഹൈ പെർമിയബിലിറ്റി ഉണ്ടാവാനുള്ള കാരണം. ബോത്ത് പോറസും ആണ് പെർമിയബിളും ആണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുക, സാൻഡ് ആൻഡ് ഗ്രാവൽ. സാൻഡും ഗ്രാവലും ഹൈ പോറസും ആണ് അതുപോലെ തന്നെ പെർമിയബിളും ആണ്. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്ടർ എന്താവും? അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും അല്ലെ? അപ്പം അതെന്ന് പറഞ്ഞാൽ പോറസും ആണ് ഹൈലി പെർമിയബിളും ആണ്. ഓക്കെ. ആൻഡ് വാട്ടർ ക്യാൻ ബി എക്കണോമിക്കലി ട്രാപ്പ് ഫ്രം ആൻ അക്വിഫർ. അക്വിഫറിന് നമുക്ക് വാട്ടർ എന്ത് ചെയ്യാം? എക്കണോമിക്കലി ടാപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. ആൻഡ് അക്വിഫേഴ്സ് മേ എഫേഴ്സ് അറ്റ് വാരിയസ് സ്റ്റെപ്സ്. അവിടുത്തെ ആ ഒരു സോയിലിന്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അക്വിഫർ എന്ന് പറയുന്നത് സെയിം ഡെപ്തിൽ ഉണ്ടാവണം എന്നില്ല. ഓരോ പ്ലേസിലും ഓരോ പോലെ ആയിരിക്കും. ഓക്കെ. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അവിടുത്തെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ സോയിലിന്റെ ഫോർമേഷൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അക്വിഫേഴ്സ് മേ ഒക്കേഴ്സ് അറ്റ് വാരിയസ് ഡെപ്ത്. ഓക്കെ. And aquifers are sometimes categorized according to the type of rock or sediment of which they are composed. ഓക്കെ. അപ്പം അക്വിഫേഴ്സ് തന്നെ നമുക്കൊരു 3 ടൈപ്പ് പഠിക്കാനുണ്ട്. അപ്പം അതിന്റെ ഒരു എന്താ പറയാ ഫോർമേഷനും അതുപോലെ തന്നെ അതിന്റെ കമ്പോസിഷനും ഒക്കെ വെച്ചിട്ട് അക്വിഫേഴ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. A common misconception about aquifer is that they are underground rivers or lakes. ഓക്കെ. ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അക്വിഫർ എന്ന് പറഞ്ഞ ഒരു അണ്ടർഗ്രൗണ്ട് റിവർ ഓർ ലേക്ക് അങ്ങനെയാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ അക്വിഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റ് പറഞ്ഞ പോലെ ബോത്ത് പോറസും ആൻഡ് പെർമിയബിൾ ആയിട്ടുള്ള ഒരു സോയിൽ ഒരു ഫോർമേഷൻ ആണ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മളെ എന്താ വാട്ടർ ബിയറിംഗ് ക്വാളിറ്റി ഓഫ് റോക്ക് ആണ് അക്വിഫർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് much of the water we use for domestic, industrial or agriculture purpose is groundwater, and most groundwater including a sufficient amount of our drinking water comes from aquifers. Okay. അക്വിഫേഴ്സിലെ വാട്ടർ നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിനായാലും ഇൻഡസ്ട്രിയൽ ആയാലും അഗ്രികൾച്ചറൽ ആയാലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എന്താണ് ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്
comes from aquifers ആണ്. Okay. In order to access this aquifer, a well must be created by drilling a hole that reaches the aquifer. അപ്പൊ നമുക്ക് അക്വിഫറിലെ വാട്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്തതിന് ശേഷം വാട്ടർ ടാപ്പ് ചെയ്തിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് അക്വിഫർ എന്ന് വിളിക്കുന്നത്. അക്വിഫർ തന്നെ 3 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഡിപ്പെൻസ് അപ്പോൺ ദ എന്താണ് അതിന്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു 3 ടൈപ്പിൽ 2 അല്ല, മെയിൻ ആയിട്ട് 2 ആണ്. ദാറ്റ് ഈസ് കൺഫൈൻഡ് അൺകൺഫൈൻഡ് രണ്ടാണ്. പക്ഷേ ഫേസ്റ്റ് അക്വിഫർ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് അക്വിഫർ തന്നെയാണ് കേട്ടോ. അപ്പം 3 ജനറൽ ടൈപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ജനറലി നമുക്ക് കൺഫൈൻഡ് ആൻഡ് അൺകൺഫൈൻഡ് ആണ്. ആൻഡ് ഫസ്റ്റ് അക്വിഫർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് അക്വിഫർ തന്നെയാണ്. ഓക്കെ, ആൻഡ് കൺഫൈൻഡ് ഓർ ആർട്ടീഷ്യൻ അക്വിഫർ ഫസ്റ്റ് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അക്വിഫറിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കൺഫൈൻഡ് ഓർ ആർട്ടീഷ്യൻ അക്വിഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വേർഡ് തന്നെ ഉണ്ട് കൺഫൈൻഡ്. കൺഫൈൻഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫൈൻഡ് ആയിട്ട് കിടക്കുക. ദാറ്റ് ഈസ് അക്വിഫർ സാൻഡ്വിച്ച് ബിറ്റ്വീൻ 2 ഇംപെർവിയസ് സ്ട്രാറ്റ. ഓക്കെ, നമ്മൾ അക്വിഫർ എന്താന്ന് പറഞ്ഞു. ഈ അക്വിഫർ 2 ഇംപെർവിയസ് ലെയർ അല്ലെങ്കിൽ നോൺ പെർമിയബിൾ ലെയറിന്റെ ഉള്ളിൽ കൺഫൈൻഡ് ആയിട്ട് കിടക്കുക. അതുകൊണ്ടാണ് അതിനെ കൺഫൈൻഡ് അക്വിഫർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ വേറൊരു നെയിമാണ് ആർട്ടീഷ്യൻ അക്വിഫേഴ്സ്. ഓക്കെ, ആർട്ടീഷ്യൻ പ്രഷർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ എബവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതാണ് അതിന്റെ മീനിങ്. ആർട്ടീഷ്യൻ പ്രഷർ മീൻസ് എബവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് അക്വിഫർ 2 നോൺ പെർമിയബിൾ അല്ലെങ്കിൽ ഇംപെർവിയസ് ലെയറിന്റെ ഉള്ളിൽ സാൻഡ്വിച്ച് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ കൺഫൈൻഡ് ആയിട്ട് കിടക്കാണ്. സോ അവിടുത്തെ വാട്ടർ പ്രഷർ ഈസ് ഹയർ കമ്പയർഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ അവിടെ എന്താണ് എബവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് വാട്ടർ പ്രഷർ ഈസ് ഹയർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതുകൊണ്ടാണ് അതിനെ ആർട്ടീഷ്യൻ അക്വിഫർ എന്നും കൂടെ വിളിക്കുന്നത്. ഓക്കെ, ദെൻ ആ പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. An aquifer that is confined from above and below by an aquiclude or an impervious bedrock is known as confined aquifer. Okay, and the upper surface of water in a confined aquifer is piezometric surface. Okay, അതായത് അപ്പർ സർഫസ് ഓഫ് എ വാട്ടർ അതിനെ നമ്മൾ പീസോമെട്രിക് സർഫസ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതാണ് എന്താണ് നമ്മളെ കൺഫൈൻഡ് അല്ലെങ്കിൽ ആർട്ടീഷ്യൻ അക്വിഫർ എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് അക്വിഫർ 2 ഇംപെർവിയസ് ലെയർ അല്ലെങ്കിൽ നോൺ പെർവിയസ് ലെയറിന്റെ ഉള്ളിൽ സാൻഡ്വിച്ച് ആയിട്ട് കിടക്കുക അല്ലെങ്കിൽ കൺഫൈൻ ആയിട്ട് കിടക്കുക. അതിനാണ് കൺഫൈൻഡ് അല്ലെങ്കിൽ ആർട്ടീഷ്യൻ അക്വിഫേഴ്സ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് അൺകൺഫൈൻഡ് അല്ലെങ്കിൽ നോൺ ആർട്ടീഷ്യൻ അക്വിഫർ. അപ്പം നേരത്തെ കൺഫൈൻഡ് ആണ്, ഇപ്പം അത് കൺഫൈൻഡ് അല്ല. ഓക്കെ, അതായത് അതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് വാട്ടർ ടേബിൾ ആണ്, ബോട്ടം പോർഷൻ ഇംപെർവിയസ് ലെയറും ആണ് അല്ലെങ്കിൽ ഇംപെർമിയബിൾ ലെയർ ആണ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് കൺഫൈൻഡ്. അതുകൊണ്ട് തന്നെ എന്താണ് നേരത്തേതിൽ ആർട്ടീഷ്യൻ അക്വിഫർ ആയിരുന്നു. ഇവിടെ ആ ഒരു പ്രഷറിന്റെ പ്രശ്നമില്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ ബിക്കോസ് നമ്മൾ നേരത്തെ കേസിൽ ആർട്ടീഷ്യൻ അക്വിഫറിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ പ്രഷർ ഈസ് ഹയർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അതുകൊണ്ട് അതിനെ ആർട്ടീഷ്യൻ അക്വിഫർ എന്ന് വിളിക്കുന്നു. സോ ഇവിടെ എന്താണ് ടോപ്പ് പോർഷൻ ഈസ് വാട്ടർ ടേബിളും ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ലെയറും ആണ്. സോ അതിനെ നമ്മൾ കൺഫൈൻഡ് അല്ല, അതുകൊണ്ട് തന്നെ അൺകൺഫൈൻഡ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ അതിനെ നോൺ ആർട്ടീഷ്യൻ അക്വിഫർ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിനെ വാട്ടർ ടേബിൾ വെൽസ് അല്ലെങ്കിൽ ഗ്രാവിറ്റി വെൽസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അൺകൺഫൈൻഡ് അല്ലെങ്കിൽ നോൺ ആർട്ടീഷ്യൻ അക്വിഫർ. ഓക്കെ, also called water table aquifer or phreatic aquifer because their upper boundary is water table. ഞാൻ പറഞ്ഞു അതിന്റെ അപ്പർ പോർഷൻ എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ വാട്ടർ ടേബിൾ അക്വിഫർ അല്ലെങ്കിൽ ഫ്രിയാറ്റിക് അക്വിഫേഴ്സ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് പേർച്ച്ഡ് അക്വിഫർ. പേർച്ച്ഡ് അക്വിഫർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിഗറിൽ ക്ലിയർ ആണ്. ദാറ്റ് ഈസ് ഒരു ക്ലേന്റെ മേലെ എന്താണ് പേർച്ച്ഡ് വാട്ടർ ബോഡീസ് ആയി നിൽക്കുന്നതിനെയാണ് നമ്മൾ പേർച്ച്ഡ് അക്വിഫർ എന്ന് വിളിക്കുന്നത്. പേർച്ച്ഡ് വാട്ടർ ടേബിൾ അല്ലെങ്കിൽ പേർച്ച്ഡ് അക്വിഫർ ഈസ് ആൻ അക്വിഫർ ദാറ്റ് ഒക്കേഴ്സ് എബവ് ദ റീജിയണൽ വാട്ടർ ടേബിൾ. ഓക്കെ, ഇവിടെയാണ് ഇതിന്റെ വാട്ടർ ടേബിൾ വരുന്നത്. ഈ പേർച്ച്ഡ് വാട്ടർ ടേബിൾ അല്ലെങ്കിൽ അക്വിഫർ എന്ന് പറയുന്നത് പേർച്ച്ഡ് അക്വിഫർ എന്ന് പറയുന്നത് occurs above the regional water table and
is an isolated water table in an aquifer held by small extension of impervious rock. Impervious എന്ന് പറഞ്ഞാൽ പെർമിയബിൾ അല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലേ. അപ്പൊ ആ ഒരു ടൈപ്പിനെയാണ് എന്ത് ഫസ്റ്റ് അക്വിഫർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അക്വിഫർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. വാട്ട് ഈസ് അക്വിഫർ നോക്കി. ദെൻ അതിന്റെ 3 ടൈപ്പും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് അക്യുക്ലൂഡ്. ഓക്കെ, അപ്പം this is a rock body of or formation which may be porous enough to hold enough quantity of water. Okay, it's not capable of transmitting water through it. It's a practically permeable rock mass. Okay, അതായത് highly porous ആണ് ബട്ട് impermeable ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലേ അല്ലെങ്കിൽ ഷെയ്ഡ്, അതില് ഒരു 50 to 60% അത് പോറസ് ആണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ ഹോൾഡ് ചെയ്യാം. ദാറ്റ് ഈസ് വിച്ച് മേ ബി പോറസ് ഇനഫ് ടു ഹോൾഡ് ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. നമുക്ക് വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ക്ലേന്റെ ഉള്ളിൽ കൂടെ വാട്ടറിന് ഈസി ആയിട്ട് പെർമിയബിൾ ആവാത്തത് കൊണ്ട് തന്നെ വാട്ടറിന് പെട്ടെന്ന് തന്നെ അതിന്റെ ഉള്ളിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇംപെർമിയബിൾ ആയിരിക്കും. ഓക്കെ, ആ ഒരു ടൈപ്പിനാണ് നമ്മൾ അക്വിക്ലൂഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്ലൂ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. സാധാരണ PSC ഒക്കെ ചോദിക്കുന്നതാണ് അക്വിക്ലൂഡിന്റെ എക്സാമ്പിൾ ക്ലേ. അപ്പം നിങ്ങൾക്ക് എക്സാമിന് എഴുതുകയാണെങ്കിലും അക്വിക്ലൂഡ് ആണ് ക്ലൂ, അപ്പം ക്ലേ അങ്ങനെ ആലോചിച്ചാൽ മതി, ഈസി. ഈ ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ റെഡിൽ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് ഹൈലി പോറസ് ആണ് ബട്ട് ഇംപെർമിയബിൾ ആണ്. പോറസ് ആണ്, ക്ലേ 50 to 60% ഓഫ് എന്താണ് പോറസ് ആണ്, ബട്ട് അതെന്താണ് ഇംപെർമിയബിൾ അല്ല. വാട്ടറിന് ഉള്ളോട്ട് പെർമിയബിലിറ്റി അവിടെ ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇംപെർമിയബിൾ. ആൻഡ് ഇറ്റ്സ് ഹൈലി പോറസ് ബട്ട് ഇംപെർമിയബിൾ. ഇതാണ് ഇമ്പോർട്ടന്റ്. ആൻഡ് ഈ ഒരു എക്സാമ്പിളും നിങ്ങൾ എഴുതിയിട്ട് വെക്കുക. ഓക്കെ, അതാണ് അക്വിക്ലൂഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹൈലി പോറസ് ആണ് ബട്ട് ഇംപെർമിയബിൾ ആണ്. നേരത്തെ എന്തായിരുന്നു? അക്വിഫ്യൂജില് ഹൈലി പോറസും ആണ് ഇംപെർമിയബിളും ആണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് അക്വിഫ്യൂജ് ആണ്. അക്വിഫ്യൂജിൽ വരുന്ന എന്താന്ന് വെച്ചാല് നെയ്തർ പോറസ് നോട്ട് പെർമിയബിൾ. അങ്ങനത്തെ ടൈപ്പിനെയാണ് നമ്മൾ അക്വിഫ്യൂജ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഫ്ലോറിൽ ഗ്രാനൈറ്റ് ഇട്ട ഫ്ലോർ ആണെങ്കിൽ നമ്മൾ കുറച്ച് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളോട്ട് പെനിട്രേറ്റ് ആവുന്നില്ല, അതങ്ങ് ഒഴുകി പോവുക ചെയ്യുന്നത്. ദാറ്റ് ഈസ് അതിന് സ്റ്റോർ ചെയ്യാനും പറ്റില്ല, വാട്ടറിനെ പെർമിറ്റ് ചെയ്യാനും പറ്റില്ല. ആ ഒരു ടൈപ്പിനെയാണ് അക്വിഫ്യൂജ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ബസാൾട്ട് വിത്തൗട്ട് ഫിഷേഴ്സ്. അതാണ് എക്സാമ്പിൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് അതിന് നെയ്തർ സ്റ്റോർ നോട്ട് ട്രാൻസ്മിറ്റ് വാട്ടർ. പോറസും അല്ല പെർമിയബിളും അല്ല. അതുകൊണ്ട് തന്നെ അതിന് സ്റ്റോർ ചെയ്യാനും പറ്റില്ല, വാട്ടറിന് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റില്ല. ആ ടൈപ്പിനാണ് നമ്മൾ അക്വിഫ്യൂജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് വേറൊരു ടൈപ്പാണ് അക്വിറ്റാഡ്. നമ്മളെ 4 ടൈപ്പാണ് അക്വിറ്റാഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പോറസ് ആണ്, ലെസ് ഓർ പാർട്ട്ലി പെർമിയബിൾ ആണ്. ഓക്കെ, ഇപ്പം നമ്മള് സാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അക്വിഫ്യൂജ് ആണ്. ആൻഡ് ക്ലേ എന്ന് പറഞ്ഞാൽ അക്വിക്ലൂഡ് ആണ്. അപ്പൊ രണ്ടിന്റെയും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ അക്വിറ്റാഡ് എന്ന് പറയാം. സാൻഡി ക്ലേ. ഓക്കെ, ആൻഡ് അക്വിറ്റാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോറസ് ആണ് ബട്ട് ലെസ് ഓർ പാർട്ട്ലി പെർമിയബിൾ. ഓക്കെ, നോട്ട് ഈൽഡ് വാട്ടർ ഫ്രീലി ടു വെൽ ഓൾദോ സീപ്പേജ് പോസിബിൾ. ഓക്കെ, ഇതാണ് എന്താണ് അക്വിറ്റാഡ് എന്ന് പറയുന്നത്. പോറസ് ആണ് ബട്ട് എന്താണ് ഹൈലി പെർമിയബിളും അല്ല, തീരെ പെർമിയബിൾ അല്ലാണ്ടും അല്ല, ബട്ട് ലെസ് ഓർ പാർട്ട്ലി പെർമിയബിൾ ആണ് അക്വിറ്റാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ വാട്ടർ ബിയറിംഗ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു 4 എണ്ണം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ദാറ്റ് ഈസ് വാട്ടർ ബിയറിംഗ് ക്വാളിറ്റീസ് ഓഫ് റോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് അക്വിഫ്യൂജ്, അക്വിറ്റാഡ്, അക്വിക്ലൂഡ് ആൻഡ് അക്വിഫർ. ഓക്കെ, അക്വിഫർ എന്ന് പറഞ്ഞാൽ ബോത്ത് പോറസ് ആൻഡ് പെർമിയബിൾ ആണ്. എക്സാമ്പിൾ സാൻഡും അതുപോലെ തന്നെ ഗ്രാവലും. ദെൻ അതിൽ നമ്മൾ 3 ടൈപ്പ് പഠിച്ചു. പിന്നെ അക്വിക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഹൈലി പോറസ് ആണ് ബട്ട് ഇംപെർമിയബിൾ ആണ്. എക്സാമ്പിൾ ക്ലേ അല്ലെങ്കിൽ ഷെയിൽ. ആൻഡ് അക്വിറ്റാഡ് എന്ന് പറഞ്ഞാൽ പോറസ് ആണ് ബട്ട് ലെസ് ഓർ പാർട്ട്ലി പെർമിയബിൾ ആണ്. ദെൻ അക്വിഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്തർ പോറസ് നോട്ട് പെർമിയബിൾ.
അതായത് നെയ്തർ സ്റ്റോർ നോട്ട് ട്രാൻസ്മിറ്റ് വാട്ടർ. ഈ 4 ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.